കണ്ടിട്ടുണ്ട്. കമ്പ്യൂട്ടർ എടുത്തോ മക്കളെ, കണക്ക് കൂട്ടിക്കോ മക്കളെ. പക്ഷേ ഞാൻ പറയുന്നു, ആ നക്ഷത്രത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ 70,000 വർഷത്തിലൊരിക്കൽ എന്ന കണക്കിന് 70,000 പ്രാവശ്യം ഞാനൊരു നക്ഷത്രത്തെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട ജിബ്രീൽ, ആ നക്ഷത്രം ഞാനാണ് ജിബ്രീൽ, എന്റെ പ്രകാശമാണ് ജിബ്രീൽ. എന്നാ മക്കളെ, ഇനി ഖുർആൻ എടുത്തിട്ട് ഓതി നോക്കുക. വന്നജ്മി ഇദാ ഹവാ മാ വല്ല സാഹിബുകും വമാ ഗവാ. വന്നജ്ം അന്നജ്ം, നക്ഷത്രത്തെ തന്നെയാണ് സത്യം. ഏത് നക്ഷത്രത്തെ തന്നെയാണ് സത്യം? പ്രത്യേകമായ നക്ഷത്രത്തെ തന്നെയാണ് സത്യം. അള്ളാഹു പറഞ്ഞത് അന്നജും എന്നാണ്. ഒരു നേരെങ്കിലും നക്ഷത്രത്തെ കൊണ്ടല്ല. എന്നാൽ അള്ളാഹു ഏതോ ഒരു പ്രത്യേക നക്ഷത്രത്തെ കൊണ്ട് സത്യം ചെയ്തു. ആ പ്രത്യേക നക്ഷത്രം, ആ ദസ്താർ ഏതാണ്? ആ നക്ഷത്രം ഏതാണ്? ആ നക്ഷത്രം വന്നജ്മി ഇദാ ഹവാ. അല്ലാഹു ഖുർആനിലൂടെ പറഞ്ഞ ആ നക്ഷത്രം ആത്മജ്ഞാനത്തിന്റെ ആഴങ്ങൾ കണ്ടെത്തിയ മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു, മഹാന്മാരായ ആധ്യാത്മിക ഗുരുക്കന്മാർ പറയുന്നു, വന്നജും എന്ന് പറഞ്ഞ അന്നജും അത് അല്ലാഹുവിന്റെ റസൂലാകുന്ന നക്ഷത്രമാകുന്നു. അത് ജിബ്രീൽ കണ്ട നക്ഷത്രമാകുന്നു. അത് 70,000 വർഷത്തിലൊരിക്കൽ ഉദിച്ചിട്ട് ആ ഒന്നുമില്ലാത്ത കാലഘട്ടത്തിൽ, അന്തരീക്ഷം പ്രപഞ്ചമില്ലാത്ത കാലഘട്ടത്തിൽ ജിബ്രീൽ കണ്ട നക്ഷത്രമാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രകാശം. ആ റസൂലുള്ളാഹിയുടെ പ്രകാശമാണ് പ്രപഞ്ച സൃഷ്ടിപ്പിന്റെ മൊത്തം റോ മെറ്റീരിയൽ എങ്കിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ അംശം ഈ ടംബ്ലറിലുണ്ട് മക്കളെ, ഈ മൈക്രോഫോണിലുണ്ട് മക്കളെ, ഈ തൊപ്പിയിലുണ്ട് മക്കളെ, ഈ ജുബയിലുണ്ട് മക്കളെ, ഈ നിൽക്കുന്ന ഓരോരുത്തരിലുമുണ്ട് മക്കളെ. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രകാശത്തിന്റെ അംശമാണ് നാം ഓരോരുത്തരും. ആ റസൂലുള്ള നമ്മളിലുണ്ട്. ആ റസൂലുള്ളാഹിയെ അറിയാൻ നമുക്ക് പറ്റണം. ആ റസൂലുള്ളാഹിയെ സ്നേഹിക്കാൻ നമുക്ക് പറ്റണം. ആ റസൂലുള്ളാഹിയെ ഇഷ്ടപ്പെടാൻ നമുക്ക് പറ്റണം. ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഹഖീഖത്തുൽ മുഹമ്മദിയ്യ എന്ന പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രഹസ്യങ്ങളിലേക്ക് കടന്നു പോയാൽ ഈ ഒരു രാത്രി മതിയാകില്ല മക്കളെ പ്രസംഗിച്ചു തീർക്കാൻ. ഈ ഒരു രാത്രി മതിയാകില്ലെങ്കിൽ അബ്ദുന്നാസർമാദനിയെക്കാളും ഈ രംഗത്ത് ഒരുപാട് മേലെ നിൽക്കുന്ന ആധ്യാത്മിക ഗുരുക്കന്മാർക്ക് ഒരു ജീവിതം മൊത്തം പറഞ്ഞാലും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറഞ്ഞു തീർക്കാൻ പറ്റില്ല. ആ മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഭാഗം ഇതാണെങ്കിൽ മറുഭാഗം അല്ലാഹുവിന്റെ റസൂൽ തായിഫിന്റെ മലഞ്ചെരുവിൽ ഏറുകൊള്ളുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ശരീരത്തിൽ നിന്ന് രക്തമൊഴുകുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിൽ നിന്ന് രക്തമൊഴുകിക്കൊണ്ടിരിക്കുമ്പോൾ മഹാനായ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നു. അല്ലാഹുവിന്റെ പ്രവാചകനോട് വന്നിട്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, ഒരു പെർമിഷൻ തരുമോ, ഒരു അനുവാദം തരുമോ? ഈ രണ്ട് പർവ്വതങ്ങളുടെ ഇടയിൽ വെച്ച് തായിഫ് നിവാസികളെ പർവ്വതങ്ങളെ കൂട്ടിയിടിപ്പിച്ച് പപ്പടം പോലെ ആക്കി തരാൻ നബിയെ, തകർത്ത് തരിപ്പണമാക്കി തരാൻ നബിയെ, ഒന്ന് സമ്മതിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുമ്മ ഗ്ഫിർ ലിഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ, അല്ലാഹുവേ എന്റെ ജനതയ്ക്ക് മാപ്പ് കൊടുക്കുക, അദാബറക്കല്ല റബ്ബേ, നശിപ്പിക്കല്ല റബ്ബേ, തകർക്കല്ല റബ്ബേ, പർവ്വതങ്ങളെ കൂട്ടിയിടിപ്പിക്കല്ല റബ്ബേ, അവർ വിവരമില്ലാത്തവരാണ്, അറിവില്ലാത്തവരാണ്, അവർക്ക് മാപ്പ് കൊടുക്കണമേ എന്ന് പറഞ്ഞ് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ ആ പ്രവാചകന്റെ കാരുണ്യം, ആ കാരുണ്യം, ആ കരുണ, ആ കാരുണ്യം ഓരോ മുസ്ലിമിനും ഉണ്ടാകേണ്ട മാസമാണ് മക്കളെ വിശുദ്ധ റമദാൻ മാസം. ആ കാരുണ്യം ഓരോ മുസ്ലിമിനും ഉണ്ടാകണം. മുസ്ലിം തന്റെ പ്രിയപ്പെട്ട സഹോദരനോട് കരുണ ചെയ്യുമ്പോഴാണ്, ആ കാരുണ്യം ഉണ്ടാകുമ്പോഴാണ് നമുക്ക് നമ്മളിൽ ആ കാരുണ്യം ഉണ്ടാകണം, നമ്മുടെ സഹോദരങ്ങളോട് ആ കാരുണ്യം ഉണ്ടാകണം. വിശുദ്ധ റമദാനിൽ രണ്ട് കാര്യങ്ങൾ. ഒരു കാര്യം ഞാനിപ്പോൾ നിങ്ങളോട് സൂചിപ്പിച്ചു, പലിശയിൽ നിന്ന് അകന്നു നിൽക്കുക. രണ്ടാമത് ഞാൻ പറയുന്നു, നമ്മുടെ മനസ്സിൽ കാരുണ്യം ഉണ്ടാവുക, കഷ്ടപ്പെടുന്നവരോട് സ്നേഹമുണ്ടാവുക, കഷ്ടപ്പെടുന്നവരോട് നമ്മുടെ മനസ്സലിയുക, അവരെ നമ്മൾ സഹായിക്കുക. ലോകത്തെ മുഴുവൻ കഷ്ടപ്പെടുന്ന ജനവിഭാഗത്തോടും, ആദ്യം ലോകത്തെ മുഴുവൻ മുസ്ലിങ്ങളായ കഷ്ടപ്പെടുന്നവരോടും, രണ്ടാമത് ലോകത്തെ മുഴുവൻ മനുഷ്യരോടും, കഷ്ടപ്പെടുന്ന മുഴുവൻ മനുഷ്യരോടും കരുണ കാണിക്കുന്നവരായി നമ്മൾ ഓരോരുത്തരും മാറുക. നമുക്ക് കരുണ ഉണ്ടാകണം, നാം കാരുണ്യത്തിന്റെ വക്താക്കളാകണം. നാം അതുപോലെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിമോചന പോരാട്ടം നടത്തുന്നവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുവാൻ വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട അനുയായികളായ നാം വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ റമദാൻ മാസത്തിൽ ഒരു തീരുമാനമെടുക്കണം. കുറഞ്ഞ പക്ഷം നമുക്ക് പണം കൊടുത്ത് സഹായിക്കാൻ പറ്റിയില്ലെങ്കിൽ, ആൾബലം കൊണ്ട് സഹായിക്കാൻ പറ്റിയില്ലെങ്കിൽ, ആയുധബലം കൊടുക്കാൻ കഴിയാത്ത
കഴിയാത്തവരാണ് നാം, ആൽബലം കൊടുത്ത് കഴിയാത്തവരാണ് നാം, പണം കൊടുത്ത് സഹായിക്കാൻ നമുക്ക് കഴിയുന്നില്ല. പക്ഷേ നാം പ്രാർത്ഥന കൊണ്ട് സഹായിക്കുക, ഓരോ സുജൂദിലും നാം ദുആ ചെയ്യുക. അല്ലാഹുവേ, ലോകത്തിന്റെ നാനാഭാഗത്തും കഷ്ടപ്പെടുത്തപ്പെടുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാർക്ക് നീ മോചനം നൽകണം റബ്ബേ. അല്ലാഹുവേ, ഗോണ്ടനാമയിലെ തടങ്കൽ പാളയങ്ങളിൽ ക്രൂരമായ പീഡനങ്ങൾ അനുഭവിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ നീ രക്ഷപ്പെടുത്തണം നാഥാ. അബൂഗരീബിൽ പിറന്ന നാട്ടിൽ ആത്മാഭിമാനത്തോടെ ജീവിച്ചുകൊണ്ടിരുന്നവരെ പിടിച്ചുകൊണ്ടുപോയി പട്ടിണിക്കിട്ട് അബൂഗരീബിലെ ജയിലിലിട്ട് അവരെ പൂട്ടിയിട്ട് അവരെ ലൈംഗിക വൈകൃതത്തിന് പോലും വിധേയരാക്കിക്കൊണ്ടിരിക്കുന്ന ക്രൂരന്മാരോട് അവരെ നീ പകരം ചോദിക്കണം നാഥാ. ആ ജയിലുകളിൽ കിടക്കുന്ന സഹോദരന്മാരോട് കരുണ ചെയ്യണം നാഥാ എന്ന് ആത്മാർത്ഥമായി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദ്വാരക്കാരെങ്കിലും എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ തയ്യാറാകണം. മൂന്നാമതായി ഞാൻ പറയുന്നു, റമദാനിൽ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. റമദാൻ പാപമോചനത്തിന്റെ മാസമാണ്, നരകമോചനത്തിന്റെ മാസമാണ്. നിങ്ങൾ ഓരോരുത്തരും ഒന്ന് ഓർത്ത് നോക്കുക. ഈ റമദാനായിട്ട് ഒരു പക്ഷേ നിങ്ങൾ കുടുംബത്തെ ഓർത്തെപ്പോഴെങ്കിലും കരഞ്ഞിട്ടുണ്ടാകാം, മക്കളെ ഓർത്ത് കരഞ്ഞിട്ടുണ്ടാകാം, സമ്പത്തിന്റെ ബുദ്ധിമുട്ടുകളും ദാരിദ്ര്യവും ഓർത്ത് കരഞ്ഞിട്ടുണ്ടാകാം, രോഗം ഓർത്ത് കരഞ്ഞിട്ടുണ്ടാകാം. പക്ഷേ ഈ റമദാനായിട്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾ ആരെങ്കിലും നാം ആരെങ്കിലും ചെയ്തു പോയ പാപങ്ങളെ കുറിച്ച് ഓർത്ത് കരഞ്ഞിട്ടുണ്ടോ? അള്ളാഹു പാപമോചനത്തിന്റെ രണ്ടാമത്തെ 10 തന്ന് ആ രണ്ടാമത്തെ 10 നമ്മളോട് വിട പറഞ്ഞു പോയിട്ട് നമ്മുടെ എത്ര പേരുടെ പാപങ്ങൾ പൊറുക്കപ്പെട്ടു മക്കളെ? നമ്മുടെ എത്ര പേർ അള്ളാഹുവിന്റെ മുന്നിൽ സുജൂദിൽ കിടന്നുകൊണ്ട് തമ്പുരാനെ റമദാനാണ്, ഇനി ഒരു റമദാനിൽ ഞാൻ ജീവിച്ചിരിക്കുമെന്ന് ഉറപ്പില്ല, ഇനി ഒരു റമദാൻ എനിക്ക് കിട്ടുമെന്ന് പ്രതീക്ഷയില്ല നാഥാ, അതുകൊണ്ട് ഈ റമദാനിൽ നീ എന്റെ പാപം പുറത്തു തരണേ എന്ന് നമ്മൾ എത്ര പേര് ദുആ ചെയ്തിട്ടുണ്ട്? എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നാം പാപത്തിന്റെ മലയുടെ മുന്നിലാണുള്ളത്. നമ്മുടെ പാപം ഹിമാലയത്തിന് സമാനം, മല പോലെ പർവ്വതം പോലെ പാപങ്ങൾ കുന്നുകൂടി നിൽക്കുകയാണ്. ആ പർവ്വതങ്ങളെ തകർക്കാൻ ലോകത്തൊരു ബുൾഡോസർ കൊണ്ടും കഴിയില്ല മക്കളെ. ഒരാറ്റം ബോംബ് കൊണ്ടും ആ പാപത്തിന്റെ മല തകർക്കാൻ കഴിയില്ല. കഴിയുന്ന ഒരേ ഒരു ബുൾഡോസർ മുഅ്മിനിന്റെ സത്യവിശ്വാസിയുടെ കണ്ണുനീർ തുള്ളികളാണ്. നമ്മുടെ കണ്ണിൽ നിന്നും പാപത്തെ കുറിച്ച് ഓർത്ത് കണ്ണുനീർ ഒഴുകുമെങ്കിൽ അല്ലാഹു തആല നമ്മുടെ പാപത്തിന്റെ മലകൾ തീർച്ചയായിട്ടും തകർക്കും, നമ്മുടെ പാപങ്ങൾ പുറത്തു തരും മക്കളെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇനി ഒരു 5 ദിവസം ഉണ്ടല്ലോ, അല്ലെങ്കിൽ 6 ദിവസം ഉണ്ടല്ലോ, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര്, അല്ലാഹുവിനോട് പൊട്ടിക്കരഞ്ഞ് ദ്വാരക്കുക, പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, നരകമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, ലോകത്തെ മുഴുവൻ മർദ്ദിതരുടെയും മോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, കഷ്ടപ്പെടുത്തപ്പെടുന്നവരുടെ മോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. നമുക്ക് എന്തെങ്കിലും കഴിച്ച് നോമ്പ് തുറക്കാൻ കിട്ടുമ്പോൾ നോമ്പ് തുറക്കാൻ ഒരു കാലയ്ക്ക് പോലും കിട്ടാതെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും ജയിലുകളിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്ന നമ്മുടെ സഹോദരന്മാരുണ്ടല്ലോ. കൈകൾ പുറത്തേക്ക് കൂട്ടിക്കെട്ടിയിട്ട് കമഴ്ത്തി നിർത്തിയിട്ട് ഭക്ഷണം പോലും കഴിക്കാൻ വേണ്ടി കൈ അഴിച്ചു വിടപ്പെടാതെ ഭക്ഷണം കൊണ്ട് മുന്നിൽ വെച്ച് കൊടുത്തിട്ട് നായിക്കളെ തിന്നുന്നത് പോലെ കമഴ്ന്ന് കിടന്ന് കടിച്ച് തിന്നേണ്ടി വരുന്ന ഗോണ്ടനാമയിലെ കാരാഗ്രഹങ്ങളിൽ, ഗോണ്ടനാമയിലെ തടങ്കൽ പാളയത്തിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മക്കളുണ്ടല്ലോ, സഹോദരങ്ങളുണ്ടല്ലോ, അബൂഗരീബിലെ ജയിലുകളിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്നവരുണ്ടല്ലോ, പിറന്നു വീണ നാടിന്റെ മോചനത്തിന് വേണ്ടി ശബ്ദിച്ചതിന്റെ പേരിൽ ജൂത പരീക്ഷകളുടെ ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയരായി ഫലസ്തീന്റെ കാരാഗ്രഹങ്ങളിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്ന നമ്മളുടെ പ്രിയപ്പെട്ട മക്കളുണ്ടല്ലോ. അവരുടെ മോചനത്തിന് വേണ്ടി, അവരുടെ മുന്നിൽ കാരാഗ്രഹത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുന്നതിന് വേണ്ടി, അവരുടെ മുന്നിൽ ഇരുമ്പ് ചങ്ങലകൾ തകർക്കപ്പെടുന്നതിന് വേണ്ടി അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് ഈ വിശുദ്ധ റമദാനിൽ ദുആ രക്കുക മക്കളെ. അതുപോലെ റമദാനിൽ ദുആ രക്കുക. എന്തുകൊണ്ടോ നമ്മൾ മറന്നു പോകുന്നു, നമ്മുടെ പള്ളികളിൽ പോലും മറന്നു പോകുന്നു. ബൈത്തുൽ മുഖദ്ദസിന്റെ മോചനത്തിന് വേണ്ടി ദുആ രക്കാൻ കഴിയാതെ പോകുന്നു. റമദാന്റെ അവസാനത്തെ വെള്ളിയാഴ്ചകളിൽ പോലും പലയിടത്തും ആ ദുആ മുഴങ്ങുന്നില്ല. തമ്പുരാനെ, എന്തൊരു വേദനാജനകമായ അവസ്ഥയാണ്. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക മക്കളെ, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക മക്കളെ, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ബൈത്തുൽ മുഖദ്ദസ് നമുക്ക് തിരിച്ചു കിട്ടണം, ബൈത്തുൽ മുഖദ്ദസ് ഈ ഉമ്മത്തിന് തിരിച്ചു കിട്ടണം, ജൂത പരീക്ഷകൾ പരാജയമടയണം, ബൈത്തുൽ മുഖദ്ദസ് തിരിച്ചു കിട്ടണം. അല്ലാഹു അതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആത്മാർത്ഥമായി ദുആ രക്കുക മക്കളെ, എല്ലാ ദുആകളിലും ദുആ രക്കുക. അല്ലാഹു തആല നമുക്ക് ശക്തി പകരട്ടെ, അല്ലാഹു നമുക്ക് കരുത്ത് പകരട്ടെ. ഞാൻ പ്രത്യേകമായി ദുആ ചെയ്യുന്നു. എന്തെല്ലാം ന്യൂനതകളും അപാകതകളും ഉള്ളപ്പോഴും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കേരളത്തിലെ ലക്ഷോപലക്ഷം ജനങ്ങൾ അബുദാബിയിലും ദുബൈയിലും ഉൾപ്പെടെ യുഎഇയിലെ ഓരോ സ്റ്റേറ്റുകളിലും വന്ന് കഷ്ടപ്പെട്ട് അവരുടെ കുടുംബങ്ങളെ പോറ്റുന്നുണ്ട്. കേരളത്തിലെ ആയിരക്കണക്കിന് സ്ഥാപനങ്ങൾ ഈ നാടിന്റെ മണ്ണിലെ എണ്ണയുടെ മണമുള്ള പണം കൊണ്ട് നടക്കുന്നുണ്ട്. കേരളത്തിലെ ആയിരക്കണക്കിന് സഹോദരിമാർ വിവാഹിതരാകുന്നുണ്ട്. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ മതവിദ്യാഭ്യാസം നടത്തുന്ന അനാഥ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ദുആ ചെയ്യാം. ആധുനിക യുഎഇയുടെ ശില്പിയായ മഹാനായ ഷെയ്ഖ് സായിദിന് അല്ലാഹു മഗ്ഫിറത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ മഗ്ഫിർ ലിശൈഖ് സായിദ്, അല്ലാഹുമ്മ മഗ്ഫിർ ലിശൈഖ് സായിദ്, അല്ലാഹുമ്മ മഗ്ഫിർ ലിശൈഖ്
زايد اللهم نبر قبره اللهم افتح قبره اللهم نبر قبره اللهم افتح قبره اللهم نبر قبره اللهم افتح قبره اللهم ادخله الجنة